പാകിസ്ഥാൻ ഒരു അനാവശ്യ രാഷ്ട്രമാണ്. പാകിസ്ഥാൻ എന്നൊരു തെറ്റാണ്, പക്ഷെ അതൊരു അനാവശ്യ രാഷ്ട്രം. പക്ഷെ എന്താണെങ്കിലും ഇന്ത്യക്കൊരു സഹോദര രാഷ്ട്രമായിട്ട് അങ്ങോട്ടും പാകിസ്ഥാൻ സഹോദര മാതൃരാജ്യമായിട്ട് ഇങ്ങോട്ടും കാണാവുന്ന രാജ്യമാണ് ഏത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത് തമ്മിൽ യോജിപ്പിക്കാൻ ഒരു കാരണവശാലും അമേരിക്ക മേൽക്കൂല. എന്തുകൊണ്ട്? അതുണ്ടായാൽ പിന്നെ അമേരിക്കയുടെ ആയുധ വിൽപ്പന നടക്കൂല. അപ്പൊ ഇതിനെപ്പോഴും ഇവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എപ്പോഴും ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ. ആരാ ആയുധം കൊടുത്ത? അമേരിക്ക. മനസ്സിലാണ്ട് പറഞ്ഞത്, ക്യാപിറ്റലിസത്തിന് ശത്രു വേണം. അതിന് ശത്രു ആരാണ്? ആ ശത്രു ആവാം. പിന്നെ ആരാ ശത്രു ആവാം? ഒന്നിരിക്കൽ ഓർത്തഡോക്സ് ക്രൈസ്തവര് ശത്രു ആവണം. അതിനുള്ള കരുത്ത് ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ലോകത്തില്ല ഒരു ശത്രു ആവണം എന്ന് അറിയല്ലേ. പിന്നെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ജൂതന്മാര് ക്യാപിറ്റലിസത്തിന് ശത്രു ആകണം. ആണെങ്കിലും അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇന്നില്ല. അപ്പോൾ പിന്നെ ഒരു സമൂഹത്തിന് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും എക്കണോമിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു ജനവിഭാഗമാണ് എന്ത്? മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ആരെ സ്ഥാനത്ത് നിർത്തും? ശത്രു. ശത്രു ഇല്ലാതെ ക്യാപിറ്റലിസത്തിന് മുന്നോട്ട്, ഭൗതികതയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇതൊന്നും എന്തല്ല, മതപരമായ വൈരമേ അല്ല, മതപരമായ വൈരേ അല്ല. ഞാൻ പറയട്ടെ, ഇന്നത്തെ എക്കണോമിക്കൽ സോഴ്സ് അറേബ്യൻ ലോകത്തുള്ള ഈ എണ്ണയും മറ്റൊക്കെ ഇല്ലാതെ ആയാൽ തിരിഞ്ഞു നോക്കാതെ നാടായി മാറും ഇത്. ഞാൻ പറഞ്ഞ അലക്സാണ്ടർ വന്നിട്ട് പോലും മക്കയെ ആക്രമിച്ചില്ല. എന്തുകൊണ്ട്? ഇന്ത്യയെ ആക്രമിക്കാൻ വന്നു, മക്കയെ ആക്രമിച്ചു. എന്തുകൊണ്ട്? ഇന്ത്യ എന്ന് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാണ്. മക്കയിൽ ഒന്നുമില്ല. പട്ടിണി കിടക്കുന്ന നാടിനെ ആക്രമിച്ചിട്ട് അതുകൂടി ബാധ്യതയാക്കണം എന്തിനാ? അറബ് ലോകം ഇന്ന് ഇതൊക്കെ നിന്നിട്ട് ഒരു ഉറുപ്പികയുടെ വരുമാനമാണ് ഇല്ലാതെയായാൽ അറബികൾ എന്നൊരു ജനതയെ തന്നെ ലോകം മറക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്നൊരു പുസ്തകമുണ്ട് ഇന്ത്യ. ആ പുസ്തകം ആവർത്തിച്ച് മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അടിസ്ഥാനപരമായി ഇവരെല്ലാം ഈ മതങ്ങൾ, അപ്പൊ എന്താണ് 990 ശേഷമാണ് ഈ ദുരന്തം ഉണ്ടാവുന്നത്. ഇന്നത്തെ ദുരന്തം മുഴുവൻ ഉണ്ടാകും 990 ശേഷമാണ്.